വാഗ്വാദങ്ങൾ നടക്കുകയാണ്. ഗവൺമെന്റ് നിലപാടുകൾക്കുള്ള അംഗീകാരമാണെന്ന് ഞാൻ അത് അനുമാനിക്കുന്നു. അത് മറ്റൊരു കാര്യം. പക്ഷേ സർ, അതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഞാൻ ചുമതലയേറ്റ് 17ാമത്തെ ദിവസം ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സർ. അതിനുശേഷം രണ്ടാമതൊരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തി വകുപ്പിന്റെ കഴിവുകേടിനെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചുകൊണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറുപടി പറയുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട റിയാസിനെ ഇപ്പൊ കാണുന്നില്ല. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു മന്ത്രിമാരെ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല ഞങ്ങളുടെ രീതി എന്നൊക്കെ പറഞ്ഞത്. സർ, എന്നെക്കുറിച്ച് ഈ 17ാം ദിവസത്തിൽ ഒരു CPMന്റെ നേതാവ് പറഞ്ഞ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സാറേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. മിനിസ്റ്റർ അല്ലല്ല, ഈ സത്യങ്ങൾ പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താണ് സർ? ഞാൻ അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല സർ. സർ, ഞാനൊരു മറുപടിയും പറഞ്ഞില്ല. ശ്രീ ബാലഗോപാൽ, എന്താണ് സാർ ഇല്ലാത്ത കാര്യം പറഞ്ഞു? രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെ പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാർ. എല്ലാവർക്കും പറയേണ്ടതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. പ്രതിപക്ഷ നേതാവ് ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയാൻ ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പൊ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. പാർട്ടി നേതാവ് ഇന്ന് CPMൽ അല്ല എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സർ. അദ്ദേഹം ഇല്ലെന്ന് അറിയുന്ന ഇപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയും അങ്ങനെ പറയരുത് എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതെനിക്ക് തെറ്റുപറ്റിപ്പോയി സർ. ഇവിടുത്തെ വിഷയം എന്താണ്? അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ വകുപ്പിനെ കുറിച്ച് പറഞ്ഞു. സർ, ആദ്യത്തെ 6 മരണങ്ങളുണ്ടായി സർ. ആനയുടെ അറ്റാക്കിൽ 6 മരണം ഈ കാലയളവിൽ ഉണ്ടായി. നിയമസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ബഹളമാണ് കണ്ടത്. അതിനുശേഷം പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്യുകയും ചെയ്തു. ഷിബു ബേബി ജോണിന്റെ പരാമർശത്തെ തുടർന്നാണ് KN ബാലഗോപാൽ അതിനോട് എതിർപ്പ് അറിയിക്കുകയും ചെയ്തത്. ഷിബു ബേബി ജോണും KN ബാലഗോപാലും തമ്മിലാണ് വാഗ്വാദമുണ്ടായത്.